സസ്പെൻസ് ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിച്ച പോരാട്ടത്തിന്റെ ക്ലൈമാക്സിൽ മണലൂരിൽ ഇടതുമുന്നണി സ്വന്തമാക്കിയത് ആവേശവിജയം. ആദ്യാവസാനം ലീഡ് നില മാറിമറിഞ്ഞ വോട്ടെണ്ണലിൽ സസ്പെൻസുകൾക്കൊടുവിൽ രാത്രി 8 മണിയോടെയാണ് രവീന്ദ്രനാഥിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ മണലൂരിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിന്നിരുന്നു. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ TN പ്രതാപൻ 65,211 വോട്ടുകൾ നേടി. മൂന്നാമതെത്തിയ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 38,125 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം വലിയ ആത്മവിശ്വാസം TN പ്രതാപന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ UDF തരംഗത്തിനിടയിലും TN പ്രതാപനെ മണലൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തുണച്ചില്ല. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TN പ്രതാപൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അപരൻ A പ്രതാപന് 184 വോട്ടുകൾ ലഭിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ അപരൻ K രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ സുപ്രധാന വകുപ്പിന്റെ മന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പ്രതാപൻ മണ്ഡലത്തിൽ തന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മണലൂരിൽ പ്രതാപൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ C രവീന്ദ്രനാഥിന്റെ ജനകീയത പ്രതാപന്റെ വഴി മുടക്കുകയായിരുന്നു. കൂടാതെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും പരാജയത്തിന് കാരണമായതാണ് കരുതുന്നത്. പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരുന്നു.